നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒന്നല്ല, 2 അമേരിക്കൻ C-130 ഹെർക്കുലീസ് വിമാനങ്ങളാണ് അവിടെ തകർന്നു കിടക്കുന്നത്. കഴിഞ്ഞ 5 ആഴ്ചയായി തുടരുന്ന സംഘർഷത്തിൽ അമേരിക്കയ്ക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമാണിതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഈ വിമാനങ്ങൾ വെടിവെച്ചിട്ടതാണോ അതോ അമേരിക്ക തന്നെ നശിപ്പിച്ചതാണോ? പെന്റഗണും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യമെന്താണ്? ഇന്ന് പരിശോധിക്കുന്നത് ഇസ്ഫഹാനിലെ ഈ വലിയ ദുരൂഹതയെക്കുറിച്ചാണ്. സംഭവത്തിന്റെ വേരുകൾ കിടക്കുന്നത് ഏപ്രിൽ 3-ന് തകർക്കപ്പെട്ട അമേരിക്കയുടെ F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനത്തിലാണ്. അതിലെ പൈലറ്റുമാരെ രക്ഷിക്കാൻ അമേരിക്ക നടത്തിയ അതിസാഹസികമായ നീക്കമാണ് ഒടുവിൽ 2 കൂറ്റൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങളുടെ നാശത്തിൽ കലാശിച്ചത്. തകർന്നു വീണ പൈലറ്റിൽ ഒരാളെ രക്ഷിക്കാൻ അമേരിക്കൻ പ്രത്യേക സേന എത്തിയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് ഇറാന്റെ പോലീസ് കമാൻഡോകളെയും IRGCയെയുമാണ്. ഈ പോരാട്ടത്തിനിടയിലാണ് C-130 വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ഇവിടെയാണ് വാദപ്രതിവാദങ്ങൾ തുടങ്ങുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളായ തസ്നീമും ഫാർസും അവകാശപ്പെടുന്നത് തങ്ങളുടെ പോരാളികൾ അമേരിക്കൻ വിമാനങ്ങളെ നേരിട്ട് വെടിവെച്ചിട്ടു എന്നാണ്. എന്നാൽ അമേരിക്ക ഇത് നിഷേധിക്കുന്നു. വിമാനങ്ങൾ ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലമോ അല്ലെങ്കിൽ ശത്രുവിന്റെ കനത്ത വെടിവെപ്പിലോ അവ പറക്കാൻ കഴിയാത്ത വിധം പ്രവർത്തനരഹിതമായി എന്നാണ് US വൃത്തങ്ങൾ പറയുന്നത്. ഇങ്ങനെ പ്രവർത്തനരഹിതമായ വിമാനങ്ങൾ ശത്രുവിന്റെ കൈവശം അകപ്പെടാതിരിക്കാൻ അമേരിക്കൻ സൈന്യം തന്നെ ബോംബ് വെച്ച് നശിപ്പിച്ചു എന്നതാണ് അവരുടെ വാദം. സൈനിക ഭാഷയിൽ ഇതിനെ സ്കട്ട്ലിംഗ് എന്ന് വിളിക്കുന്നു. പക്ഷേ ലോകം ചോദിക്കുന്ന വലിയ ചോദ്യം മറ്റൊന്നാണ്. ഒരേ ദൗത്യത്തിൽ ഏർപ്പെട്ട 2 C-130 വിമാനങ്ങൾ ഒരേ സമയം എങ്ങനെ പ്രവർത്തനരഹിതമായി? യുദ്ധമുഖത്ത് ഇത്തരമൊരു സംഭവം നടക്കണമെങ്കിൽ ഒന്നുകിൽ 2 വിമാനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചിരിക്കണം, അല്ലെങ്കിൽ അത്രമേൽ ശക്തമായ പ്രഹരം ഇറാൻ സൈന്യത്തിൽ നിന്ന് ഉണ്ടായിരിക്കണം. പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന 2 വിമാനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. 1980-ൽ ഇറാനിയൻ മരുഭൂമിയിൽ അമേരിക്കൻ വിമാനങ്ങൾ തകർന്നു വീണ ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്ന പരാജയപ്പെട്ട ദൗത്യത്തെയാണ് ഈ സംഭവം പലർക്കും ഓർമ്മിപ്പിക്കുന്നത്. ഇസ്ഫഹാനിൽ നിന്ന് പുറത്തുവരുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ സെൻസർ ചെയ്യാൻ അമേരിക്ക ശ്രമിക്കുന്നത് ഈ പരാജയത്തിന്റെ ആഴം മറച്ചുപിടിക്കാനാണെന്ന് ആക്ഷേപമുണ്ട്. എന്തായാലും യുദ്ധത്തിൽ ഒരു അമേരിക്കൻ പൈലറ്റിനെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഒരു വിജയമായി അമേരിക്ക കാണുമ്പോൾ 2 അമേരിക്കൻ വിമാനങ്ങളെ ചാരമാക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ പ്രതിരോധത്തിന്റെ വിജയമായി ഇറാനും ആഘോഷിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിലും വലിയ പോരാട്ടങ്ങളാകുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. മറക്കാതെ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.